എന്നാലും നമ്മൾ പുതിയൊരു തീം എടുത്തതുകൊണ്ട് തന്നെ അല്ലറ ചില്ലറ പേഴ്സണൽ മാറ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പണി പാളിപ്പോയി നിറച്ചതാണ് ഇത് തുളുമ്പിപ്പോയി. അതാണ് ഉദ്ദേശിച്ചത്. സംഭവം എല്ലാം കറക്റ്റായിട്ട് നടന്നു. ആ ലെയർ ഉണ്ട്. അതെ, ബീഫ് ബിരിയാണിക്ക് അത് കിടക്കുന്ന ബീഫ് കണക്ക് ഉണ്ട്. സവള എടുക്കുക. അതെ, ഉത്തമം. എല്ലാ തെരുവ് കാര്യങ്ങളും ഒന്നാന്ന് പറയാൻ പറ്റത്തില്ല. ഇല്ല, കണ്ടു പരിചയം പോലും ഇല്ല. ഇവരൊക്കെ ഇപ്പോൾ ഇവന്റെ ഇവിടെ വീട്ടിൽ നമുക്ക് ടച്ച് ചെയ്യാം. ഇങ്ങനെ എന്നാ പോലെ അവനാ അപ്പൊ നമ്മൾ ഇതേവരെ എന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നിട്ടില്ല. കാരണം നിങ്ങൾക്ക് അറിയാം, നമ്മൾ അതുപോലെ ഒരു ടൈറ്റിലും കണ്ടന്റും ആയത് കാരണം നമുക്ക് ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എന്നിരുന്നാലും നമ്മൾ പുതിയൊരു തീം എടുത്തതുകൊണ്ട് തന്നെ അല്ലറ ചില്ലറ പേഴ്സണൽ മാറ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. സോ ഇതാവട്ടെ അതിന്റെ ഒരു തുടക്കം എന്നാവണം ഇന്ന് എൻഡിയുടെ വൺ ഓഫ് മൈ വെഹിക്കിളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ഇന്നോവ ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇപ്പോൾ എന്തായാലും ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന വെഹിക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് XUV. നിങ്ങൾക്കറിയാം, പലർക്കും അറിയാതെ കാര്യം, എല്ലാ വീഡിയോസിലും കാണാം. ഒരുമാതിരിപ്പെട്ട മിക്ക വീഡിയോസിൽ നമ്മുടെ വണ്ടി ചെറിയ ചെറിയ റോഡുകൾ ചെയ്യാറുണ്ട്. നമ്മുടെ കൊച്ചി ട്രിപ്പിലായാലും എല്ലാം കംപ്ലീറ്റ്ലി നമ്മുടെ വണ്ടിയാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ XUV 500 ആക്ച്വലി ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി എനിക്ക് ബ്ലാക്ക് കളറിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലാക്ക് കളർ പ്രിഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് XUV എന്ന് പറയുന്നത് 2014 മോഡൽ എഡിഷൻ ആണിത്. ഏകദേശം ഓൺ റോഡ് ഇതിന് 15 ലക്ഷത്തോളം രൂപയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കൂടുതൽ മോഡിഫിക്കേഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. ആകെ കൂടെ ഒരു റൂട്ട്സിന്റെ ഒരു ഹോൺ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കുറച്ച് ചെറിയ ചെറിയ ലീഗൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഓൾട്ടറേഷൻസ് ഞാൻ കാണിച്ചു തരാം. ബാക്കി നമുക്ക് വണ്ടിയുടെ അകത്ത് പോയി കാണാം. മോഡിഫിക്കേഷൻസ് വരുത്തിയെന്ന് ഞാൻ പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല, ഇതൊക്കെ ഓൾറെഡി ഇതിനകത്തുള്ള ഇൻബിൽറ്റ് സാധനമാണ്. പിന്നെ ഈ ഒരു സാധനം, ഈ ഒരു LED ലൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് മേടിച്ചതാണ്. XUVയുടെ തന്നെ ബ്രാൻഡഡ് സാധനമാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. മോഡിഫിക്കേഷൻസ് ഒക്കെ ഒരുപാടൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ലെന്നല്ല, നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അകത്തോട്ട് കയറി ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ സ്ഥിരം മധ്യ ലോകമാണ് ഇത് ആക്ച്വലി. കാരണം നമ്മൾ എപ്പോഴും നമുക്കറിയാം, ഇവിടുന്ന് ലൈവ് ചെയ്യാറുണ്ട്, ഇവിടുന്ന് വീഡിയോസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് സെയിം ലൊക്കേഷനിലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ലൊക്കേഷൻ. കാരണം ഒരുപാട് സ്പേസ് ആണ്. നമുക്കിവിടെ വേണ്ടി കൊച്ചു പിള്ളേർക്കൊക്കെ ഓടി കളിക്കാൻ വേണ്ടി ഓടാന്നേ ഉള്ളൂ, ഓടി കളിക്കാൻ വിടുന്നില്ല. എനിഹൗ ലക്ഷറീസ് ഏരിയ ആണ് നമുക്കാണ്. ഏറ്റവും കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് ഈ മിഡ്രോ എന്ന് പറയാം. ഞാനിപ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഓട്ടോ സ്പെക്സ് അങ്ങനെ ബ്ലോഗ് ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ പോലും പറയാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. ഇവിടെ നല്ല സ്പേസ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ലൈറ്റ്സിന്റെ ബഹളമാണ്, കണ്ടില്ല? ഇവിടെ ലൈറ്റ്, അവിടെ എല്ലാം ലൈറ്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ലൈറ്റിന് ഒരു പഞ്ഞമില്ല. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് നമുക്കറിയാം നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട്. ഇന്നോവയാണ് ഞാൻ അത് ഞാനിപ്പോൾ സെയിൽ ആക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ എനിക്കൊരു മറ്റൊരു ഓൾട്ടോ ഉണ്ട്. പിന്നെ എന്റെ ബൈക്കിനെ കുറിച്ച് ഇതെല്ലാം പഴയ സാധനങ്ങളാണ് നമ്മുടെ ഉള്ളത്. ലേറ്റസ്റ്റ് എഡിഷൻ സാധനങ്ങളൊന്നും തന്നെ നമ്മുടെ ഇല്ല. അപ്പോൾ ബൈക്കിനെ കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ ചെയ്യാനായിരിക്കും. എന്നെ സംബന്ധിച്ചുള്ളതാണെങ്കിലും മൈലേജ് ആയാലും ഏതായാലും എനിക്ക് ഇന്നോവയെക്കാളും കൂടുതലായിട്ട് എനിക്ക് കൂടുതൽ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വണ്ടി. കാരണം ഇന്നോവ എന്ന് പറയുമ്പോൾ ഒരു വേറൊരു ക്ലാസ് ആണ്. ഒരു പ്രീമിയം ആണെങ്കിൽ തന്നെയും ഒരു വേറൊരു ലെവലാണത്. അതായത് ഇതിനേക്കാളും ഈ ലെവലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞ ഒരു മസ്കുലർ കുറച്ചുകൂടെ പവർഫുൾ എഞ്ചിനാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇന്നോവയുടെ എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലാസ് എഫക്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്കിതാണ് കൂടുതലായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ വണ്ടിയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ തന്നെ എയർ കണ്ടീഷനെ കുറിച്ച് കൂടുതലായിട്ട് എല്ലാവർക്കും പറയേണ്ട ആവശ്യമില്ല. ഈ വണ്ടിയെ കുറിച്ച് തന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത് എന്റെ വണ്ടിയും കൂടെ ആയാലും നമ്മളെല്ലാവരും എപ്പോഴും കാണുന്നതുകൊണ്ടും നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ടും പലരും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ. എനിക്ക് ഏറ്റവും പിന്നെ അതിനെക്കുറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ എയർ കണ്ടീഷനാണ്. സത്യം പറഞ്ഞാൽ തരക്കല്ലോ ഈ ഒരു SUV ലെവലിൽ ഹൈലി പ്രീമിയം ഒന്നും അല്ലെങ്കിലും SUV ലെവലിൽ ഇന്നോവയെക്കാളും ഒക്കെ നല്ലൊരു എയർ കണ്ടീഷൻ ഇതിന്റെ നല്ല പൊളപ്പൻ ഈസിയാണ്. നല്ല ബ്ലോയിങ്ങും ആണ്, നല്ല ചില്ലിങ്ങും ആണ്. ഇതിപ്പോ ഇത്രയും പഴയ വണ്ടി ആയിരുന്നിട്ട് പോലും വലിയ തരക്കേടില്ലാത്ത കൂളിങ്ങും ബ്ലോയിങ്ങും നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ഇതിനകത്ത് എയർ കണ്ടീഷൻ. സൂപ്പർ. ഏത് ചൂടത്തും നമുക്ക് കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്ക്
ചില്ലിങ് എഫക്റ്റ് കിട്ടും. നല്ല അന്യായ ബ്ലോയിങ് ആണ് ഈ സൈഡിൽ കൂടെ കിട്ടുന്നത്. ഇവിടെ ഇരിക്കുന്നതൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ബാക്ക് സൈഡിലാണ് ഇവിടത്തേക്കാളും ആക്ച്വലി പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്ലോയിങ് വരുന്നത്. സെപ്പറേറ്റ് യൂണിറ്റ് ആണ് ബാക്ക് സൈഡിൽ വരുന്നത്. അവിടെ സൈഡിലാണ് എന്റെ കൺട്രോളർ വരുന്നത്. പക്ഷെ അവിടെ നല്ലൊരു ബ്ലോയിങ് ആണ് കമ്പയർ ടു ദിസ് മെട്രോ. ബാക്ക് സൈഡിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോയിങ്. അതിൽ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പോയി എന്തെങ്കിലും ചെയ്യാം. ഒന്നെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ കഴിക്കാം. ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കിപ്പോ പിന്നെ ഏറ്റവും സാധനം മുല്ലക്ക ചെറുപ്പ അഡ്വൈസർ ഇപ്പെടുത്ത മറ്റൊരു ഇപ്പെടുത്തണോ. ഇത് ഡ്രങ്കിന് പോലും വേണ്ട. പിന്നെ ആർക്കും വേണ്ടാത്തത് ഈ സാധനം. ഇത് എന്തിനാണെന്ന് ആർക്കും അറിയത്തില്ല. കപ്പലണ്ടി ഇട്ട് കഴിക്കാനാണ് ആവശ്യത്തിലേറെ ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഇരിക്കട്ടെ, ഒരു കളർഫുൾ ആയിട്ട് ഇരിക്കട്ടെ. പിന്നെ വൈറ്റില്ലേ നാരങ്ങ എന്തിനാ? നമ്മൾ വോഡ്ക്കയാണല്ലോ പറഞ്ഞത്. ഇച്ചിരി റൗണ്ടായിട്ടാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ അതിനകത്തോടെ കിട്ടിയേക്കെ. അല്ല, അത് നമുക്ക് അകത്തോട്ടെ മറ്റേ സ്ലൈസ് ആയിട്ട്. ശരി അകത്ത് നേരെ താത്യം കിട്ടാറ്. അല്ല, ഇത് നമുക്ക് അതുപോലെ ഇട്ടേക്കാൻ വേണമെങ്കിൽ അങ്ങനെ ഇട്ടാക്കി ഇങ്ങനെ ഇട്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ മേടിച്ചിരിക്കുന്ന വോഡ്ക എന്ന് പറയുന്നത് ആക്ച്വലി ആബ്സല്യൂട്ട്ലി നമ്മുടെ ചാനൽ ഒരു വട്ടം പ്രത്യക്ഷപ്പെട്ടത് സെയിം ബ്രാൻഡ് ഓഫ് ഇന്റർനാഷണൽ വോഡ്ക, ആബ്സല്യൂട്ട് വോഡ്കയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം. കൊല്ലി തണുപ്പിച്ച് കൊല്ലി. നമുക്ക് നമ്മുടെ പരമ്പരാഗതമായ സ്റ്റാർട്ടിംഗ് ആയ ബിയറിലാണ്. അപ്പൊ എന്തായാലും ഇത് നമുക്ക് തൽക്കാലം ഒന്ന് പെൻഡിങ്ങിന് വയ്ക്കാം. നമ്മുടെ ആബ്സല്യൂട്ട് വോഡ്ക നമുക്കൊന്ന് ട്രൈ ചെയ്യുന്നല്ല, കൺസ്യൂം ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇത്തിരി ലാക്സ്മീസും വേണം. അതെ, ചില കാര്യങ്ങൾ നമ്മൾ വിട്ടു. മിസ്റ്റർ വാട്ടർമാൻ, എന്തിനാണ് താങ്കൾ ഡ്രങ്കനെ പോലെ ഒറ്റയടിക്കാൻ അടിച്ച് തീർത്തത്? സംഭവം കൈവിട്ടു പോയി. നാരങ്ങയുടെ ആ ചെറിയ പൊടിക്കൈയും ആ ഒരു റബ്ബൊക്കെ കൂടെ ചേർന്നല്ലേ, ആളെ ഇറങ്ങിപ്പോകുന്ന അങ്ങ് അറിഞ്ഞില്ല. നല്ല ടേസ്റ്റ്. ആ ഒരു മൂഡിൽ അങ്ങ് അടിച്ചു പോയാ. അതെ, കുഴപ്പമില്ല. നമുക്ക് തൽക്കാലം ഞാൻ ഇതിന്റെ ഒരു സൈക്കോളജി ആക്ച്വലി ചില രസം പിടിച്ചു കഴിഞ്ഞാൽ അങ്ങ് തീർത്തല്ലേ. അപ്പൊ ഡ്രങ്കൻ എന്തുകൊണ്ടാണ് ഒറ്റയടിക്ക് അടിച്ച് തീർക്കുന്നതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സോ ദ സെയിം ഗോസ് വിത്ത് മിസ്റ്റർ വാട്ടർമാൻ. പക്ഷെ എനിക്ക് അങ്ങനെ പറ്റില്ല, ബിക്കോസ് എനിക്ക് എന്റേതായ ചിട്ടകളും രീതികളും ഉണ്ട്. അപ്പൊ ഇനി എന്താ മിസ്റ്റർ വാട്ടർമാൻ? ആലോചിക്കാം. അതൊക്കെ അവന്റെ പാട്ട് രക്ഷയില്ല. പാട്ടൊക്കെ കേട്ടിട്ട് ആലോചിക്കും.
പറ്റി? നാരങ്ങ പിഴിഞ്ഞ് നോക്കാം. എന്താന്ന് നോക്കാം. കൂടെന്താന്നറിയാം, നാരങ്ങ നമുക്കുണ്ട്. ലൈം എന്തായാലും ഇരിപ്പുണ്ട്. ഒരു ചെറിയ ലൈം നമ്മൾ ഇട്ട് നോക്കാം. എന്താണ് പിഴിയുണ്ട? വെറുതെ ഇട്ടാ മതി. പിഴിയണ്ടേ? എന്നാ പിഴി കിട്ടും. നീരിട്ടുണ്ട്. ഇത് റിയാക്ഷൻ എന്താണെന്ന് അറിയാം. അതെ, ആ ലൈമിന്റെ സാധനം വീണാണോ? Oh my God. സോ മിസ്റ്റർ വാട്ടർമാൻ, നമ്മുടെ നോർമൽ ബിയറിനകത്ത് ലൈം ഒഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഉദ്ദേശം അവന്റെ ആ ഒരു ടേസ്റ്റിന്റെ കാര്യം ഉദ്ദേശിച്ചു. പക്ഷെ ലൈം ഒഴിച്ചു കഴിഞ്ഞ് ആ സ്ക്രബ് ചെയ്ത വിഷയമായി പോയത്. അതെ, ഞാനപ്പോ അതേ സിപ്പ് ചെയ്തടിയാന്ന് പറഞ്ഞിരിക്കുമല്ലോ. പക്ഷെ ഞാനും വിചാരിച്ചില്ല ഈ സ്ക്രബ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ പതഞ്ഞു പൊങ്ങും. പതഞ്ഞു പൊങ്ങിയതുകൊണ്ടാണ് സിപ്പ് ചെയ്തടിയാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പതഞ്ഞു പൊങ്ങിയതുകൊണ്ടാണ് ഒറ്റടിയും അടിച്ചു കിട്ടുന്നത്. പക്ഷെ സംഭവം സുഖമായിരുന്നു, അടിയാൻ പറ്റി. മാരിനേറ്റഡ് ചിക്കൻ സാലഡ്. അടിപൊളി ചിക്കൻ. നമ്മളെ ഷവർമ്മയുടെ ഒക്കെ അകത്ത് ഒരു ഫ്ലേവർ ഇല്ല. അതെ, ആ ഒരു ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ഗ്രേവി കിടക്കില്ല, ചെറിയൊരു ഗ്രേവി എന്നല്ല, എല്ലാം കൂടെ ഒരു ഓയിൽ കണക്കില്ല. അതിന്റെ ആ ഒരു ടേസ്റ്റ് നമ്മളെ ഷവർമ്മയുടെ അകത്തുള്ള നമ്മളെ പീസില്ല, ചിക്കനൊക്കെ മിക്സ് ചെയ്ത് വരുന്ന ആ ഒരു ടേസ്റ്റ്. അതല്ല, ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട്. ബിയർ വീറാറായി. അടുത്ത ബിയർ പറയട്ടെ. ഓരോ ബിയറോട് നമ്മുടെ ആബ്സലൂട്ട് കിടുവായിരുന്നല്ലേ. ലൈമും കൂടി ഇട്ടൊരു കറക്കി അടി വന്നോണ്ട് അതെ, പോയി വല്ല ചൊവയൊന്നും ഇല്ല. അത് ആബ്സലൂട്ട് കിടു ഒരു രക്ഷയിലാണ്. കാരണം നമുക്ക് അതിന്റെ ഫ്ലേവർ ഒന്നും അറിയത്തുമില്ല. ലൈമും കൂടി ചേരുമ്പോഴത്തേനും സോഡ വരങ്ങ അടിക്കുന്നതിന്റെ ഒരു ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ട് മൈക്കോടി 6ാമത്തെ ബിയറുകളാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ എന്താണ് സ്റ്റാഫിന്റെ തല കാണിക്കത്തെന്ന്? തല കാണിക്കാൻ പാടില്ല. തല കാണിച്ചാൽ മാനേജറിന്റെ അവരുടെ തലയെടുക്കും. നമ്മുടെ മറ്റേ ഗ്ലാസ് ഒക്കെ എടുത്തോണ്ട് പോയല്ലോ നമ്മൾ അങ്ങോട്ട് പോയ സമയത്തിന്. ടേബിള് അതാണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ടേബിൾ ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ളതൊന്നും ഫില്ലാക്കത്തില്ല. അതെ, നിറയ്ക്കാൻ സമയത്തില്ല. സ്പോട്ടിൽ എടുത്തോണ്ടോ. അതെ, അതാണ് അവരുടെ സെറ്റിൽമെന്റ്. അത് സിങ്സ് ഒക്കെ അടിച്ചാ കേട്ടാ വരുന്നത്. അതെ, കണ്ടില്ലേ, സിങ്സ് 1876. അതെ. മിസ്റ്റർ വാട്ടർമാൻ, ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ? അടുത്ത പടയ്ക്ക് മോനെ, മയക്ക് വെടി. ഞാൻ ഇന്ന് പതപ്പിച്ച് നിറയ്ക്കാൻ പോവാ. അതിന്റെ ഇടയിൽ കൂടെ തെറിച്ചു പോകും. അങ്ങനെ തെറിക്കില്ല, കൂട്ടെ നടക്കുന്നേ പൊടിക്കൂടെ. ഇതാണ് ഞാൻ ഒഴിച്ച എന്റെ അടുത്ത ബിയർ. പൊട്ടിച്ചു ചോദിച്ച കേട്ടാ. ഇതാണ് നമ്മുടെ MD. ഇതായിരിക്കുന്നത്. ഒഴിച്ച വീഡിയോ എവിടെയും ചോദിക്കരുത്. ഒഴിച്ച വീഡിയോ മിസ്സാണ്. കാരണം സ്വന്തമായിട്ട് ഞാൻ വീഡിയോ എടുത്ത്
ബിയർ നിറക്കുന്ന എടുത്തോളാന്നും പറഞ്ഞ് പതപ്പിച്ച് ഒഴിച്ച് അത് നിറഞ്ഞു വന്നിട്ട് വളരെ ക്ലാസ് ആയിട്ട് പിന്നെ ഒഴിച്ച് സെറ്റിൽമെന്റ് ചെയ്തതാണ്. പക്ഷെ പണി വാളിപ്പോയി, നിറച്ചതാണ് ഇത് തുളുമ്പിപ്പോയി. അതാണ് ഉദ്ദേശിച്ചത്. സംഭവം എല്ലാം കറക്റ്റായിട്ട് നടന്നു, പക്ഷെ വീഡിയോ ആയിട്ടില്ല. എല്ലാം വിധിയുടെ വിളയാട്ടം, എല്ലാം ശരിയല്ല, മദ്യത്തിന്റെ വിളയാട്ടം. എല്ലാം ഒരു സ്ട്രോ തരാമോ? എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുത്തില്ല. പ്ലേ ആയാലും ഇതുവരെ മദ്യം സ്ട്രോ ഇട്ട് കുടിക്കുന്നത് കണ്ടോളൂ. കാരണം വേറെ നിവൃത്തിയില്ല, തുളുമ്പിരിക്കണം. ഒന്ന് ടേബിളിൽ നിന്ന് അനങ്ങിയത് അപ്പ താഴെ വീണു, നിറഞ്ഞു കവിഞ്ഞു ഒഴുങ്ങി. അതായിരുന്നു നമ്മുടെ സെറ്റിൽമെന്റും. അങ്ങനെ ഒഴിക്കാനും പറഞ്ഞു, പക്ഷെ അത് മിസ്സായി പോയി. ഇത് തിരിച്ചൊഴിക്കലോ പിടിക്കലോ ഒന്നും നടക്കത്തില്ലല്ലോ. വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഓക്കെ ഗായ്സ്, നമ്മുടെ ആയുധം എത്തിക്കഴിഞ്ഞു. പിടിപ്പിച്ച അടിച്ച കുടിക്കല്ലേ. ഞാൻ ഇത് റെക്കോർഡാണെന്ന് നോക്കട്ടെ. ആ ഓക്കെ, ആ സെറ്റ് ചെയ്തു. നമ്മുടെ റെക്കോർഡാ. ഭയങ്കര റിയാക്ഷൻ ആണല്ലോ ഗ്ലാസിനകത്ത് നടക്കുന്നത്. സ്ട്രോ വെച്ച് വലിക്കുമ്പോൾ നോക്കട്ടെ. ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡും ചെയ്തില്ല, ഒരു പുല്ലും ചെയ്തില്ല. കാരണം ഇങ്ങനെയൊന്നും ബിയർ കുടിക്കാൻ പറ്റത്തില്ല, വെള്ളം അടിക്കാനും പറ്റത്തില്ല. ഒരിക്കലും എത്തിക്സിന് വിരുദ്ധമാണ്. ഞാനൊരു വെള്ളമടി പുസ്തകത്തിലും ഇതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്തില്ല കേട്ടോ, വെറുതെ പോയി. ഇവിടെ എന്താ അപ്പൊ ഇനി വേറൊന്നുമില്ല, ഇനി കുറച്ച് ഫുഡ് അടിക്കുക, കിടന്ന് ഉറങ്ങുക. അത്രേ ഉള്ളൂ നമ്മുടെ ഒരു സിലബസിൽ. എന്ത് പറയാം, ഫുഡ് അടിച്ച ലൈറ്റ് ആയിട്ടെങ്കിൽ ലൈറ്റ് ആയിട്ട്, കനപ്പിനെങ്കിൽ കനപ്പി, അത്രേ ഉള്ളൂ. എന്താ വെച്ചാൽ അടിച്ച കീറുന്ന അത്ര അടിക്കുക. പിന്നല്ല, മദ്യം മൊത്തം അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനനുസരിച്ച് നമ്മള് ഫുഡ് അടിക്കണ്ടേ. പിന്നല്ലേ, നമ്മളെ നിയമം തന്നെ അതല്ലേ. പിന്നല്ലേ, ലൈറ്റ് ആയിട്ടെങ്കിൽ ലൈറ്റ് ആയിട്ട്, മദ്യമാണല്ലോ ഫുഡാണല്ലോ. ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ്, കനപ്പനെങ്കിൽ കനപ്പൻ, അത്രേ ഉള്ളൂ. മദ്യമാക്കി മദ്യം. അല്ല, അതിന് പറ്റിയ ബെസ്റ്റ് സ്ഥലത്ത് നമ്മൾ എത്തിയത്. പിന്നെ ശ്രീദുർഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴ അറിയാൻ മേലാത്ത സ്പോട്ടാണ്. കഴിക്കാൻ എന്താ കഴിക്കാൻ പൊറോട്ട, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, ചിക്കൻ കറി. എന്തുവാണേ ദോശ പറ. ബീഫ് കറി ഉണ്ടോ? ബീഫ് റോസ്റ്റ് കുഴപ്പമില്ല. എത്ര പൊറോട്ട ആണോ? പൊറോട്ട ഉണ്ട്. ദോശ അടിക്കുക. ദോശ ബീഫ് എന്തുണ്ട്? ഫ്രൈ ഉണ്ട്, റോസ്റ്റ് ഉണ്ട്. അപ്പൊ എനിക്കൊരു ബീഫ് റോസ്റ്റ്, ദോശ ബീഫ് റോസ്റ്റ്. കടലുണ്ടാവും? ചമ്മന്തി ഇല്ല. ബീഫ് റോസ്റ്റും ചിക്കൻ കറി, ബീഫ് ഫ്രൈ ഉണ്ട്. 2 പ്ലേറ്റ് ദോശ, ഒരു ബീഫ് റോസ്റ്റ്, ഒരു ചിക്കൻ. അപ്പോൾ 2 പുഴുങ്ങിയ മുട്ട കൊടുത്തേര് സൈഡിൽ. കട്ട് ചെയ്യണ്ട. അതെന്താ പുഴുങ്ങിയ മുട്ട? ഇതിനകത്ത് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണല്ലോ. സൈഡിൽ സെറ്റിൽമെന്റ് താറാമുണ്ടേ. എന്നാൽ നമ്മള് ഇപ്പം നമ്മുടെ സെറ്റിൽമെന്റ് മാറി വരുമല്ലോ. അതെ, അപ്പം സ്ട്രോങ് ആയിക്കോട്ടെ, ശരീരം പുഷ്ടിപ്പെടാനുണ്ട്. പുഷ്ടിയായിട്ടാ മുട്ട ഇടാം. താറാമുണ്ടേ. അതെ, ഇനിയിപ്പോ നമ്മള് ലിക്കർ വിട്ട വിട്ട് ഫുഡ്. ഇവിടെ എത്ര നാളായി തുടങ്ങിയിട്ട്? ഞങ്ങളൊരു 26 വർഷം. 26 വർഷം. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അല്ല, നിങ്ങളുടെ കട തൊട്ട് കുറച്ച് അപ്പുറത്തല്ലായിരുന്നു? അത് അവിടെ ആയിരുന്നു. അവിടെ ഇപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് 1 വർഷമല്ല. അവിടെ 25 വർഷമായി. അതെ, 26 കഴിഞ്ഞു. പഴയ സ്റ്റാഫൊക്കെ അവിടെ പോയി. എല്ലാരും ഇറങ്ങിയതോ. നമ്മൾ ആലപ്പുഴ പറവൂര് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇതാ പള്ളിയൊക്കെ കാണാം, വണ്ടികൾ അടിച്ച് മിന്നിച്ച് പോകുന്നതും കാണാം.
ഹോട്ടൽ ബൊണാൻസ ആ കാണുന്ന കേട്ടോ, ഇതാ കാണുന്നത്. അപ്പോൾ അതിന്റെ പറ്റിയുള്ള ഹോട്ടലാണ് ഇതായത്, ഹോട്ടൽ ശ്രീ ദുർഗ. എന്തായി വാട്ടർമാൻ, പണി നടത്തുമല്ലേ? ഇത് അങ്ങോട്ട് കുടഞ്ഞിടുമല്ലേ മൊത്തത്തില്? അതല്ലേ രസം. ഞാൻ ചിക്കൻ റോസ്റ്റ്. യെസ്, സ്പൂണിന്റെ ആവശ്യമൊന്നുമില്ല. അത് മുട്ട പുറകെ എടുക്കാം. ദോശ ഇങ്ങനെ നമ്മുടെ കട്ട കണക്ക് വെക്കുക. അതെ, ഓക്കെ. അപ്പൊ MDയുടെ കാര്യങ്ങളെത്തി കഴിഞ്ഞു. ചിക്കനല്ലേ? അതെ, നമ്മള് ഈ പ്ലേറ്റ് ഇങ്ങനെ എടുക്കുക. നല്ലത് ചൂട് ബീഫാണ്. അടിപൊളി സാധനം. കറിവേപ്പിലൊക്കെ ഉണ്ടത് ആവശ്യത്തിന് കറിവേപ്പില മസ്റ്റ് ആട്ടാ. വീട്ടിൽ വെക്കുന്ന കറിവേപ്പിലാണ് അടിപൊളി. എടുക്കാതെ ഇങ്ങനെ അച്ചു വെക്കുന്ന പോലെ ഇളക്കുക, എടുക്കുക. ഈ സൈഡിൽ നിന്ന് ഇച്ചിരി ദോശ കൊണ്ടുള്ള ഒരു ബീഫിന്റെ ആ ഒരു പീസ് എടുക്കുക. പിന്നെ കുത്തി ഒന്ന് ഇളക്കി ആ ഗ്രേവി ആക്കി കൂടെ ഒന്ന് എടുക്കുക. ഇറക്കുന്നുണ്ടോ? ഒരു പീസ് എടുക്കുക. ശ്രീ ദുർഗയെ കുറിച്ച് കുറച്ചുകൂടി പറഞ്ഞു. പക്ഷെ ഞാനും ഞാൻ ഇപ്പൊ കാണിക്കാൻ വന്ന പുള്ളിക്കാരായിട്ട് കുറെ ആത്മബന്ധമുണ്ട്. ഞാനൊക്കെ ഇത്രയുള്ളപ്പോ മുതല് ഈ പുള്ളിക്കാരന്റെ കടയിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്നതാണ്. നമ്മളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് മാത്രം പുള്ളിക്കാരൻ നമുക്കൊരു ഇവിടുത്തെ ട്രേഡ് മാർക്ക് സാധനമായ ബീഫ് ഫ്രൈ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. പണ്ടും അതെ, ഞാനിവിടെ ഒന്ന് ബീഫ് ഫ്രൈയെ മേടിക്കാറുള്ളൂ. പണ്ട് ഞാൻ ബീഫ് കഴിച്ചിരുന്ന സമയത്ത് ബീഫ് ഫ്രൈ മേടിക്കും, ചിക്കൻ 65 ഒക്കെ മേടിക്കും. പക്ഷെ ബീഫ് ഫ്രൈ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ട്രേഡ് മാർക്ക്, അല്ലേ ഏട്ടാ? അതെ, ആ പുള്ളിക്കാരൻ തന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതാണ് എങ്കിൽ പോലും ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനം ഇതല്ലേ ഏട്ടാ? ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, ബീഫ് ഫ്രൈ. അതെ, 10-26 വർഷമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന. അതെ, അല്ല അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാശ്. കാരണം നമ്മൾ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പുതിയ പുതിയ സ്ഥലത്തൊക്കെ പോകും. അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കും, 1-2 പേരോട് നമ്മൾ ചോദിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള. ഞാനൊക്കെ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ പോലും സൈക്കിള് ചവിട്ടി ഇവിടെ വരുമായിരുന്നു. ചേട്ടൻ എന്നെ അപ്പോഴെനിക്ക് ഇപ്പൊ പറഞ്ഞു, എന്നെ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ കണ്ണുമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി താടിയൊക്കെ അഡീഷണൽ വന്നതാണെന്ന്, അല്ലേ? പക്ഷെ പുള്ളിക്കാരൻ മനസ്സിലായി. അതാണ് അതിന്റെ സത്യസന്ധമായ കാര്യം. സാധാരണ വലിയ വലിയ ഹോട്ടലൊക്കെ പറയുമ്പോൾ അവർ തള്ളിറക്കും. പക്ഷെ സാധാരണക്കാരെന്ന് പറയുമ്പോൾ അത് സത്യസന്ധമായ രീതിയിലേ പറയത്തുള്ളൂ. അതിൽ നമുക്ക് പുള്ളി എന്നെ മനസ്സിലായി എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ അതിന്റെ പുറത്ത്, പുള്ളിയുടെ ഒരു സന്തോഷത്തിന്റെ പുറത്തുമാണ് നമുക്ക് ഇത് പുള്ളിക്കാരൻ തന്നിരിക്കും. പക്ഷെ ഞാൻ ഇതിന്റെ ബില്ല് മേടിക്കും കേട്ടാ. കാരണം ബന്ധങ്ങൾ വേറെ, കച്ചവടം വേറെ, അല്ലേ? ഉറപ്പായിട്ടും കഴിക്കുന്ന നമ്മളെ മനസ്സ്, നമ്മളെന്തായാലും അത് പേ ചെയ്തിട്ട് നമ്മൾ പോകും. അതെ, അത്രേ ഉള്ളൂ നമ്മളെ മനസ്സ്. അപ്പൊ ഓക്കെ, ഒരുപാട് സന്തോഷം. കാണാൻ പറ്റില്ല, അതൊക്കെ ഏറ്റവും അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാനൊരു പ്രകൃതി സ്നേഹിയാണ്. അപ്പൊ ഡിമാൻഡ് ഏറിയല്ല എടാ, എന്തെങ്കിലും കൊണ്ടുപോകും. കൊഴുപ്പന കൊടുക്കാം, കൊഴുപ്പൊന്നും അടിക്കത്തില്ല. ലാഭമൊന്നും അടിക്കുന്നുണ്ട് കേട്ടാ. ബീഫിന്റെ മുളകിട്ടാണോ അരി ഗ്രേവി എന്തെങ്കിലും കൂടെ ചോദിക്കാല്ലേ? വേണോ? നിർബന്ധമില്ല. അവസാനം ഞങ്ങളെ കടിക്കരുത് കേട്ടാ. അതാണ് ഇവന്മാരെ പ്രശ്നം. രണ്ടുപേരും നോക്കിയോ? ഏറ്റവും വലിയ പ്രശ്നം അതാണ് നീമ്മമാരെ കൊണ്ട്. അതെ, കുറച്ച് ആൾക്കാർ പറയുന്നത് നീക്ക് നന്ദിയുള്ള മരുന്നുണ്ട്, കുറച്ച് ആൾക്കാർ പറയുന്നത് നീക്ക് പിള്ളേരെ കളിച്ച സംഭവം സത്യമാണ്. ഇത്ര പേരെ കൂടി പിള്ളേർ വരെ ഇവന്മാരെ കടിച്ചു വന്നിരിക്കും. അതായത് തിരുവനന്തപുരം പറയപ്പെടുന്ന, പ്രത്യേകിച്ച് കണ്ണൂർ ആ മേഖലയില്, പിന്നെ മലപ്പുറം വീട്ടിൽ നിന്ന് വരെ കടിച്ചു. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള. പിന്നെ
സത്യം. ഇപ്പൊ നോക്കിയാ ഇപ്പം എല്ലാ എന്ത് അച്ചടക്കം നോക്കണേ. അല്ലേ, എല്ലാ തെരുവ് നായകളും ഒന്നാന്ന് പറയാൻ പറ്റത്തില്ല. ഇല്ല, കണ്ടു പരിചയം പോലും ഇല്ല. ഉമ്മറൊക്കെ ഇപ്പൊ ഇവന്റെ ഇവിടെ വീട്ടിൽ നമുക്ക് ടച്ച് ചെയ്യാം. ഇങ്ങനെ എന്നാ പോലെ അവൻ ആ ഒരു അവന്റെ ആ ഫേസിൽ കാണുന്നത് ഇത് വെച്ച് നമുക്കറിയാം സ്നേഹമാണ്. പെണ്ണാടേ കണ്ടില്ലേ, ടച്ച് ചെയ്യണ്ട. ചെമ്പിരുന്നാ പോലും പറയുന്നവരൊക്കെ തന്നെ ഇത് ആയിരിക്കും. കൊച്ചനായത് അങ്ങനെ പേടി. നിന്റെ മോനാണ് ഈ ഫ്രൈ ഞാൻ കഴിക്കാറില്ല. എന്നാ താങ്കൾക്ക് തന്നെ ഇത് ഞാനൊരു അടിയാണ് അടിക്കുമോനെ. നല്ല അടിയായിരിക്കും പറയുന്നത്. ഇന്ന് ഫുള്ള് ലോഡറാണല്ലോ. താറാ മുട്ട, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ് ഇതാ അതിനകത്ത് കിടക്കുന്നു. ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെ, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ മുൻകൂട്ടി തീരുമാനിക്കുന്നല്ലേ, ഇപ്പൊ നമ്മുടെ അണ്ണന്റെ സ്നേഹം അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും വാട്ടർമാന്റെ പാത പിന്തുടരുകയാണ്. നമുക്കിതൊക്കെ അങ്ങ് നിരത്തി വെക്കാം അല്ലേ? ഇതിരുന്നോട്ടെ. അപ്പോൾ നേരത്തെ പാത പിന്തുടരുന്നതുകൊണ്ട് നമുക്കിതങ്ങ് നിരത്താം. കാരണം പോരാത്തന്നെ ഇച്ചിരി ഫുഡ് കൂടുതലുണ്ട്. നിനക്കെന്താ? നമുക്ക് വിശ്വളാരല്ല എന്നിരുന്നാൽ പോലും ഈ ബീഫ് തന്നെ പഠിച്ചത് ഇതൊരു കഴിച്ചിട്ടുണ്ടല്ലോ. ആര് പറയും ഇപ്പൊ രണ്ടാമത്തെ റൗണ്ട് അടിക്കാൻ പോയി. പിന്നെ അതൊന്നുകൂടെ കഴിച്ചേക്കാം. കണ്ടില്ലേ കളറൊക്കെ കണ്ടില്ലേ? പണ്ട് അത് ഈ കളർ ഒക്കെ ആയിട്ട് അകത്ത ആ ലെയർ ഉണ്ട്. അതെ, ബീഫ് ബിരിയാണിക്ക് അത് കിടക്കുന്ന ബീഫ് കണക്ക് ഉണ്ട്. സവാള എടുക്കുക. അതെ, ഉത്തമം. വേറെ ദോശയോ പൊറോട്ടയോ ഒന്നും മിക്സ് ചെയ്യല്, ഇത് മാത്രം എടുക്കുക. എങ്ങനെയുണ്ട്? അടിപൊളി ബീഫ്, നല്ല സ്പൈസി ആയിട്ട്. പുറത്തൊന്ന് പറയുമ്പോൾ കുറച്ച് ഡ്രൈ ആണ്, കുറച്ച് ഇതാക്കെ തോന്നുമെങ്കിലും കഴിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്. അപ്പൊ ഇനി ഞാൻ എന്റെ കർത്തവ്യങ്ങളിലേക്ക് കിടക്കട്ടെ. ഈ രണ്ട് ജഗ് പോസ്റ്റ് ആവുക. എന്തേ ഫിനിഷായ? ഫിനിഷാക്കില്ല. ദോശ വേണോ? ദോശ ഉണ്ടോ? വിശപ്പാണല്ലോ ഗൈസ് എല്ലാം. വിശക്കുന്ന വയറിന് നമ്മൾ എപ്പോഴും കൊടുക്കണം. നടി കാരണം നമ്മുടെ വീട്ടിലുണ്ട് ഇതേ കണക്ക്. അതെ, ഈ റോഡിൽ അനാവശ്യമായിട്ട് ഓടിയാണെന്ന് പിള്ളേരെ കടിക്കുന്നവരെ പിടിക്കണം കേട്ടാ. ഇവന്മാര് ഡീസന്റ് ആട്ടാ, ആദ്യമായിട്ട് പറയാൻ കാണുന്നത്. അതെ, പക്ഷെ പിള്ളേരെയൊക്കെ റോഡിൽ കാണാൻ അടിക്കുന്നവരെയൊക്കെ നമ്മളെ സർക്കാരൊക്കെ ഒരു ഉത്തരവാദിത്വം കാണിച്ച് അമ്മരെയൊക്കെ പിടിച്ച് ലോക്ക് തീർച്ചയായിട്ടും. നമുക്ക് ചായ അടിക്കാൻ പറ്റത്തില്ലല്ലോ. വേണ ചായ അടിക്കാൻ ചായ ചായ ഇതിന്റെ പുറകിൽ രണ്ടാമത്തെ ദിവസമുള്ളൂ കഴിക്കുന്നേ. ഓക്കെ ഗായ്സ്, ഇതിന്റെ അർഹതപ്പെട്ടവൻ ആരാണ്? ആ ബീഫ് തന്നെ മാടി വിളിക്കുന്നു, പക്ഷെ ഞാൻ കഴിക്കത്തില്ല. ഇല്ല. ഇതുണ്ട് ആ ഒരു ഇതുണ്ട് ബീഫിന്റെ സ്പ്ലിറ്റ്. അതെ
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളൂ. MD TVയുടെ പുതിയൊരു എപ്പിസോഡുമായി MD will be joining you very short in the next video. പിന്നെ കൂടുതൽ ഡ്രങ്ക് ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ വാട്ടർ മാൻ ഉണ്ടാവും. സോ പുതിയൊരു വീഡിയോയുമായി we will be joining you in the next video. അതുവരെ good night and cheers to you all. Sweet dreams.